നമസ്കാരം. അതെ, ന്യൂനപക്ഷമാണ്. ന്യൂനപക്ഷമെന്ന് എഴുതി ചേർക്കുന്നതിന് മുൻപ് ഈ കണക്കുകൾ ഒന്ന് അറിഞ്ഞിരിക്കണം. ദ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വേൾഡ് ഡെമോഗ്രഫിക് റിസർച്ചേഴ്സ് അഥവാ ലോക മത ജനസംഖ്യാ വ്യാപന പഠന സമിതിയുടെ കണക്കുകൾ പ്രകാരം 1948 മുതൽ 2017 വരെയുണ്ടായ മതങ്ങളുടെ ഏറ്റക്കുറച്ചിലുകളും വളർച്ചയും അനുസരിച്ച് 2041 വരെയുള്ള കണക്കുകൾ പുറത്തു വന്നിരിക്കുകയാണ്. വളർച്ച കുറഞ്ഞ ചെറിയ മതങ്ങളെ ഒഴിവാക്കി നടത്തിയ പഠനമായിരുന്നു ദി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വേൾഡ് ഡെമോഗ്രാഫിക് റിസർച്ചേഴ്സ് നടത്തിയത്. ഈ പഠനമനുസരിച്ച് 1948 ഇന്ത്യയിൽ 88.2% ഹിന്ദുക്കളും 6% ഇസ്ലാം മതവിശ്വാസികളുമാണ് ഉണ്ടായിരുന്നത്. ഇത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ച് ഒരു വർഷത്തിന് ശേഷമുള്ള കാര്യം. എന്നാൽ 2 വർഷങ്ങൾക്ക് ശേഷം, അതായത് 1951 ഇന്ത്യയിൽ ഹിന്ദുക്കൾ 84.1%, മുസ്ലിങ്ങൾ 9.8%, 4.1% കുറവ് ഹിന്ദുക്കളിലും 3.8% വർധന മുസ്ലിങ്ങളിലുമുണ്ടായി. അതിനുശേഷം 2011, അതായത് സ്വാതന്ത്ര്യം ലഭിച്ച 3 വർഷങ്ങൾക്കു ശേഷമുള്ള മതങ്ങളുടെ ഏറ്റക്കുറച്ചിലുകളുടെയും വളർച്ചയുടെയും കണക്കെടുപ്പിന് 60 വർഷങ്ങൾക്കു ശേഷം 2011 ഹിന്ദുക്കൾ 79.8%, മുസ്ലിങ്ങൾ 15%. ഇന്ത്യയിൽ 4.3% കുറവ് ഹിന്ദുക്കളിലും 7.6% വർധന മുസ്ലിങ്ങളിലും. 2017 4.6% കുറവുണ്ടായി ഹിന്ദുക്കൾക്ക്. അതായത് മൊത്തം ഹിന്ദുക്കളുടെ കണക്ക് 68.6%, 4.6% വർധന മുസ്ലിങ്ങൾക്ക്, ആകെ 27.2%. ഈ കണക്കുകളെ അടിസ്ഥാനമാക്കിയുള്ള ഏകദേശ കണക്കനുസരിച്ച് 2021 ഇന്ത്യയിലെ ഹിന്ദുക്കൾ 65.7% 2017 2.9% കുറവ്. മുസ്ലിങ്ങളാകട്ടെ 5.6% വർദ്ധിച്ച് 32.8%. 10 വർഷങ്ങൾക്ക് ശേഷം 2031 ഇന്ത്യയിൽ ഹിന്ദുക്കൾ 60.4%, മുസ്ലിങ്ങൾ 38.1%. 5.3% കുറവ് ഹിന്ദുക്കളിലും 5.3% വർധന മുസ്ലിങ്ങളിലും. 2037 ഏകദേശ കണക്ക് ഹിന്ദുക്കൾ 55%, മുസ്ലിങ്ങൾ 43.6%. 2031 5.4% കുറവ് ഹിന്ദുക്കളിലും 5.5% വർധന മുസ്ലിങ്ങളിലും. 2037 ശേഷം 3 വർഷങ്ങൾ പിന്നിട്ട് 2040 എത്തുമ്പോൾ ഹിന്ദുക്കൾ 30.5%, മുസ്ലിങ്ങൾ 66.9%. 24.5% കുറവ് ഹിന്ദുക്കളിലും 23.3% വളർച്ച മുസ്ലിങ്ങളിലും. ഇതിന് ഒരു വർഷത്തിനു ശേഷം, അതായത് 2041 ഹിന്ദുക്കൾ വെറും 11.2%, മുസ്ലിങ്ങൾ 84.5% ആയിത്തീരും. ഒരു വർഷം കൊണ്ട് 19.3% ഹിന്ദുക്കൾ കുറഞ്ഞപ്പോൾ മുസ്ലിങ്ങളുടെ വളർച്ച 18.4%. ദ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വേൾഡ് ഡെമോഗ്രാഫിക് റിസർച്ചേഴ്സ് എന്ന ലോക മത ജനസംഖ്യ വ്യാപന പഠന സമിതി ഇന്ത്യയെ പഠന വിധേയമാക്കിയതിൻ്റെ കണക്കാണ് ഈ പറഞ്ഞത്. രണ്ടാം പിണറായി സർക്കാർ അധികാരം ഏറ്റെടുത്തപ്പോൾ കാലാകാലങ്ങളായി മുസ്ലിം മന്ത്രിമാർക്ക് നൽകിയിരുന്ന ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് പിണറായി ഏറ്റെടുത്തിരുന്നു. അങ്ങനെ 29 വകുപ്പുകൾ കൈവശം വെച്ച പിണറായി വിജയൻ ഏറ്റവുമധികം വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രി എന്ന കഴിഞ്ഞ ഭരണകാലയളവിലെ തൻ്റെ റെക്കോർഡ് സ്വയം തിരുത്തി. പിന്നീട് 2023 ജനുവരിയിൽ വി അബ്ദുറഹ്മാന് ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് കൈമാറിയിരുന്നു. ഇത്രയും പറഞ്ഞതുകൊണ്ട് എന്നെ വർഗീയവാദിയെന്നും സംഘിയെന്നുമൊക്കെ മുദ്ര കുത്തരുത്. വ്യക്തമായ കണക്കുകളുടെ അടിസ്ഥാനത്തിലാണ് ഞാനിത് പറഞ്ഞത്. ഈ ജനസംഖ്യാ വർധന കണക്കുകൾ ശരിയായി വരികയാണെങ്കിൽ ഒരു ജനാധിപത്യ രാഷ്ട്രം എന്നത് മാറി ഇന്ത്യ ഒരു മുസ്ലിം രാഷ്ട്രമാകും. ഇവിടെ ശരിയത്ത് നിയമങ്ങൾ വരും, ചാട്ടവാറടിയും തലവെട്ടും അപ്പോൾ തന്നെ കിട്ടും. അപ്പോൾ ഇൻകുലാബ് സിന്ദാബാദും ജയ് BJPയും വിളിക്കാനും രഘുപതി രാഘവ രാജാറാമും ജനഗണമനയുമൊന്നും പാടാനും പോയിട്ട് മനസ്സിലോർക്കാൻ പോലും കഴിയില്ല. ജീൻസും ടീഷർട്ടും ലെഗിൻസും ഒക്കെ ഇട്ട് നടക്കാമെന്നും പാർക്കിൽ ചെന്നിരുന്ന് കാറ്റുകൊള്ളാമെന്നും തിയേറ്ററിൽ ചെന്നിരുന്ന് സിനിമ കണ്ട് കോരിത്തരിച്ച് കൈയടിക്കാമെന്നും സ്വപ്നത്തിൽ പോലും കരുതണ്ട. പർദ്ദയും ഹിജാബും അഴിഞ്ഞു തൂങ്ങിയ കാൽശരായിയും ഇട്ട ശരിയത്ത് നിയമം കൽപ്പിക്കുന്നത് പോലെ നടക്കാം. മനസ്സിലായില്ലേ? ഇപ്പോൾ സിറിയയിലും അഫ്ഗാനിലും പലസ്തീനിലുമൊക്കെ കാണുന്നില്ലേ? അതുപോലെ. പക്ഷേ തമ്മിലടിക്കുന്ന ഹിന്ദുക്കൾ, രാഷ്ട്രീയത്തിന് വേണ്ടി പിറന്ന കുലത്തിനെ പോലും തള്ളിപ്പറയുന്ന ഹിന്ദുക്കൾ പേടിക്കേണ്ട. നിങ്ങൾ മരിച്ചു മണ്ണടിഞ്ഞാലും നിങ്ങളുടെ തലമുറ ഇവിടെ ജീവിക്കും. അന്നൊരു പക്ഷേ ഹിന്ദുവിന് ആനുകൂല്യങ്ങളില്ലാത്ത ന്യൂനപക്ഷ പദവിയും അഭയാർത്ഥികളായി അയൽനാട്ടിലേക്ക് പോകുന്നതിനുള്ള വിസയും അടിമയായി ഇവിടെ തന്നെ ജീവിക്കാനുള്ള അവകാശവും കിട്ടാതിരിക്കില്ല. ഹമാസ് തീവ്രവാദികളും ഇസ്രയേലും തമ്മിൽ നടക്കുന്ന യുദ്ധത്തിനിടയിൽ പലസ്തീനെ അനുകൂലിച്ച ജനകീയ കൂട്ടായ്മ നടത്തുകയും സമൂഹ മാധ്യമങ്ങളിലൂടെ കണ്ണീരൊഴുക്കുകയും തെരുവിലിറങ്ങി പ്രതിഷേധം നടത്തുന്നവരുമൊക്കെ ഇതും കൂടിയൊന്ന് അറിഞ്ഞിരിക്കണം. കാരണം ഹമാസ് തീവ്രവാദികളുടെ ആക്രമണത്തെ ന്യായീകരിച്ചുകൊണ്ട് മുസ്ലിം രാഷ്ട്രങ്ങളെല്ലാം ഒന്നിച്ചിട്ടുണ്ട്.
അവിടെയും അവരൊക്കെ കാണുന്നത് ന്യായമോ സമാധാനമോ അല്ല, മതമാണ്, മതം മാത്രമാണ്. പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയെ പോലെ വായിൽ തോന്നുന്നത് വിളിച്ചു പറഞ്ഞതല്ല, കൃത്യമായ കണക്കുകളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇത്രയും പറഞ്ഞത്. അത് ഏത് രീതിയിൽ കാണുന്നു എന്നുള്ളത് കേൾക്കുന്നവരുടെ മനോധർമ്മം പോലെ വീണ്ടും കാണാം.